തമിഴ്നാട് BJP-യുടെ പ്രാദേശിക നേതാവ് പ്രദീപ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രദീപ്, അങ്ങേയറ്റം ദാരുണമായ ഒരു സംഭവമാണ് കരൂരിൽ ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ? തീർച്ചയായിട്ടും അത് സംഭവിച്ചത് ആരും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. എന്താ പറഞ്ഞാല് ഇത് ഇത്രയും ക്രൗഡ് ഇതിനെ കാണാൻ വന്നിട്ട് അതിനു വേണ്ടിയിട്ടുള്ള സംഘാടകർ വന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അതിനെ കൊണ്ട് സംഭവിച്ചതാണിത്. ഇപ്പം ഒരു സ്ഥലത്ത് എത്രമാത്രം ക്രൗഡ് കൂടാൻ പറ്റുമോ അത് മാത്രമേ ഉൾക്കൊള്ളിക്കാൻ പാടുള്ളൂ, ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് വന്നിട്ട് ഒന്ന് ആക്ടറെ കാണാനുള്ളതും ഉള്ള ഒരു ഇതുകൊണ്ട് എല്ലാവരും അവിടെ വന്ന് ഇതിന്റെ കൂട്ടം കൂടിയതിന്റെ ചേർന്നാണ് ഇത്രയും വലിയൊരു ധാരണ ഉണ്ടാകാൻ കാരണം. അങ്ങ് എവിടെയാണ് ഉള്ളത്? ഈ പറയുന്ന സ്ഥലത്താണോ? കരൂരിലാണോ ഉള്ളത്? ഈ സ്ഥലത്തല്ല, ഞാൻ ഇതിൽ നിന്ന് കുറെ ദൂരത്താണുള്ളത്. അതായത് ഞാൻ കോയമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഓക്കെ, അവിടെ നിന്നും BJP-യുടെ പ്രവർത്തകരൊക്കെ നൽകുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? BJP പ്രവർത്തകർക്ക് പറഞ്ഞാൽ ഇതാണ് സംഗതി, വേറെ ഒന്നല്ല. സെക്യൂറായിട്ട് അവര് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുമ്പം കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല, അതിനുള്ള മുന്നൊരുക്കങ്ങളൊന്നും ചെയ്തില്ല. ഒരു ഇത്രയും വലിയൊരു സിനി ആക്ടർ വരുന്നുണ്ട്, സിനി ആക്ടർ അവർ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് അവർ ഇതൊന്നും ചെയ്യുന്നില്ല. രാഷ്ട്രീയത്തിലേക്ക് വന്ന് രാഷ്ട്രീയക്കാരനായിട്ടല്ല എല്ലാവരും കാണുന്നത്. അത് വന്നിട്ട് സിനി ആക്ടറെ കാണാനുള്ള തിരക്കാണ്, ഒരു പൊളിറ്റീഷ്യനെ കാണാനുള്ള തിരക്കല്ല അവിടെ ഉള്ളത്. അപ്പം ആ തിരക്ക് വരുമ്പം അവിടെ വന്നിട്ട് ഈ വിജയ് പാർട്ടിയിലുള്ളവർ മാത്രമല്ല ബാക്കിയുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. അത് തിരക്ക് ഓർഗനൈസ് ചെയ്ത് സംഘാടകർ കൊണ്ടുപോയിരിക്കണം. അതാണ് ഇത്രയും വലിയ ദുരന്തത്തിൽ കൊണ്ടുവരുന്നത്. അത് വന്ന് കഷ്ടകരമായ സങ്കടകരമായ ഒരു ഇതാണ്. ഇത്രയും പേര് മരിച്ച് ഇതാക്കുക എന്ന് പറഞ്ഞാല് ഇത് വന്ന് വളരെ വളരെ എപ്പോഴും സംഘടിപ്പിക്കുന്നവരും പോലീസുകാർ പറയുന്ന അനുസരിച്ച് കൊണ്ടുപോയാൽ വളരെ നന്നായിരിക്കും. വളരെയധികം നന്ദി ശ്രീ പ്രദീപ് ഈ ഘട്ടത്തിൽ സംസാരിച്ചതിന്.